ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ പറഞ്ഞു ഓരോ വർഷവും ഓരോരോ നക്ഷത്രങ്ങൾ ഓരോരോ ദിക്കുകളിലായിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ 2024 ഓരോ ദിക്കിലും വരുന്ന ഫെങ്ഷുയിലെ ആനുവൽ സ്റ്റാർ നക്ഷത്രങ്ങൾ ഏതാണ്, ആ ദിക്ക് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ ആ ദിക്കിൽ എന്തെങ്കിലും ദോഷം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ മറികടക്കാം, എന്താണ് അതിന്റെ പരിഹാരം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഓരോ ദിക്കുകൾ മനസ്സിലാക്കിയിട്ട് അതിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിയുമെങ്കിൽ ഒരു കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് അതിനെ ക്യൂർ ചെയ്യുക. ഒരു വർഷക്കാലമാണ് ഈ ഒരു സ്റ്റാർ നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾ ഒന്നും വേണ്ട, നിങ്ങളിപ്പം ഒരു വാടക കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. ഇത് ഏത് ടൈമിൽ പണി കഴിപ്പിച്ചെന്നോ എപ്പോഴാണ് ഇതിനകത്ത് താമസമാക്കിയെന്നോ ഒന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. നിങ്ങൾ ആനുവൽ സ്റ്റാർ വെച്ചിട്ട് ഒരു കൺസൾട്ടിനെ കാണിച്ച് അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾ ആ വീട്ടിൽ വരുത്തിയാൽ ഒരു ഇഷ്ടിക പോലും പൊളിക്കണ്ട. അതിൻ്റെ 9 നക്ഷത്രങ്ങളെ ഒന്ന് കറക്റ്റ് ചെയ്യുക. അതായത് നമുക്ക് ദോഷമായിട്ടുള്ള നക്ഷത്രങ്ങളാണെങ്കിൽ അതിൻ്റെ റെമഡി ചെയ്യുക, നല്ല നക്ഷത്രങ്ങളാണെങ്കിൽ അതിൻ്റെ സൗഭാഗ്യത്തെ കൂടുതൽ സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒരു വർഷം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ആ ഒരു ഒറ്റ വർഷം മതി നിങ്ങൾക്ക് ആ ഒരു വാടക കെട്ടിടത്തിൽ നിന്നും നല്ലൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് മാറാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും സമ്പത്തും ആ ഒരു ഒറ്റ വർഷം കൊണ്ട് നിങ്ങൾക്ക് കിട്ടും. കാരണം അതിൻ്റെതായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാക്കി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും നല്ല 3 നക്ഷത്രങ്ങൾ ഈ വർഷം വന്നിരിക്കുന്നത്, ഒന്ന് തെക്കു പടിഞ്ഞാറാണ്. എല്ലാ സമ്പത്തും സൗഭാഗ്യങ്ങളുമുള്ള സ്റ്റാർ 9 നിൽക്കുന്നത് തെക്കു പടിഞ്ഞാറാണ്. 2024 ഫെബ്രുവരി 4 മുതൽ ഒരു ചൈനീസ് വർഷക്കാലത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അവിടെ അതാണ് വന്നിരിക്കുന്നത്. അടുത്ത നമുക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് വിക്ടറി സ്റ്റാർ വന്നിട്ടുണ്ട്. വിക്ടറി സ്റ്റാർ ഏതാണ്? 1 വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ദിക്കും ഒരുപാട് ഗുണങ്ങളുള്ള ദിക്കാണ്. അപ്പോൾ ഏറ്റവും നല്ല ദിക്ക് തെക്കു പടിഞ്ഞാറ്. അതുപോലെ ഗുണങ്ങൾ കിട്ടിയാക്കുന്ന മറ്റൊരു ദിക്ക് എന്ന് പറയുന്നത് കിഴക്ക് ഭാഗമാണ്. മറ്റൊരു ദിക്ക് എന്ന് പറയുന്നത് തെക്ക് കിഴക്കാണ്. തെക്ക് കിഴക്കിൽ സ്വാഭാവികമായിട്ടും വന്നിരിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് 2 ആണ്. 2 നമുക്ക് നേരത്തെ മുൻകാലങ്ങളിൽ അതൊരു സിക്ക് സ്റ്റാർ ആയിരുന്നു. അതായത് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന നക്ഷത്രമായിരുന്നു. ഇപ്പോൾ അതിന് ഒരു പീരീഡ് ചേഞ്ച് ആയതുകൊണ്ട് അതിന് കുറേ പ്രോസ്പെരിറ്റികൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാർ നമുക്ക് വളരെ നല്ല സ്റ്റാറാണ്. അപ്പം യഥാവിധി ഇതിനെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തൊഴിൽപരമായിട്ട് മുന്നോട്ട് പോകാനും ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാനും സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവാനും ഈ നക്ഷത്രങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.